ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ന്യൂമോണിയ. ന്യൂമോണിയ ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ലങ് കോസ്ഡ് ബൈ മൈക്രോബ്സ്. ആസ് എ റിസൾട്ട് ഒരു ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നു. ദിസ് ഇൻഫ്ലമേഷൻ ബ്രിങ്സ് വാട്ടർ ടു ലങ്സ്. Thereby it causes difficulty in breathing. During inhalation, air reaches trachea. ട്രക്കിയയിൽ നിന്ന് അത് ബ്രോങ്കയിൽ എത്തുന്നു. ബ്രോങ്കയിൽ നിന്ന് ബ്രോങ്കിയോൾസിലേക്ക് എത്തുന്നു. ബ്രോങ്കിയോൾസിൽ നിന്ന് അത് മൈന്യൂട്ട് എയർ സാക്സ് ആയ ആൽവിയോളയിൽ എത്തുന്നു. ആൻഡ് ദിസ് ആൽവിയോളൈ ഈസ് എംബഡഡ് വിത്ത് മൈന്യൂട്ട് കാപ്പിലറീസ്. ഫ്രം ദിസ് ആൽവിയോളൈ oxygen is transported to bloodstream and carbon dioxide is emitted outside the body. During inhalation, എയറിൻ്റെ കൂടെ മൈക്രോബ്സും കടന്നു വരാം. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ തന്നെ കുറേ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കഫിംഗ്, ചുമക്കുക. അടുത്തതായി വരുന്നത് മ്യൂക്കോസീലിയറി എസ്കലേറ്റർ. അടുത്തതായി വരുന്നത് മാക്രോഫേജസ്. മാക്രോഫേജസ് എൻഗൾഫ് ചെയ്ത് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്ത് കളയും. ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്ത് മൈക്രോ ഓർഗാനിസംസ് കോളനൈസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ന്യൂമോണിയ. ന്യൂമോണിയ കോസസ് ഇൻഫ്ലമേഷൻ ആൻഡ് ദിസ് കണ്ടെയ്ൻസ് RBC, WBC ആൻഡ് ഫ്ലൂയിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഇനി നമുക്ക് കുറച്ച് ന്യൂമോണിയ കോസിംഗ് മൈക്രോബ്സിനെ പരിചയപ്പെടാം. വൈറസസ്, ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫ്ലുവൻസ, ദാറ്റ് ഈസ് ഫ്ലൂ. Bacteria, which includes Streptococcus pneumoniae, Haemophilus influenzae, Staphylococcus aureus. Then comes fungi. It includes Histoplasmosis and Cryptococcus. Then comes Mycoplasma. It includes Mycobacterium tuberculosis, that is simply TB. Now, let us look into the categories of pneumonia. First is community acute pneumonia. ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൻ്റെ വെളിയിൽ വെച്ച് രോഗിക്ക് കിട്ടുന്ന ന്യൂമോണിയാണ് കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയ. നെക്സ്റ്റ് ഈസ് ഹോസ്പിറ്റൽ അക്യൂട്ട് ന്യൂമോണിയ. അത് ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൻ്റെ അകത്ത് വെച്ച് കിട്ടുന്നതാണ്. ഇറ്റ് ഈസ് എ സീരിയസ് ടൈപ്പ് ഓഫ് ന്യൂമോണിയ ആൻഡ് ദീസ് മൈക്രോബ്സ് ആർ റെസിസ്റ്റൻറ്റ് ടു മെനി ഓഫ് ദി ആൻറ്റിബയോട്ടിക്സ്. Next is ventilator associated pneumonia. It comes under hospital acute pneumonia. It happens when patient is connected to a ventilator. Aspiration pneumonia. In case നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് റോങ് പൈപ്പിലൂടെ ലങ്സിൽ എത്തപ്പെടാം. സാധാരണയായി ഇങ്ങനെ സംഭവിച്ചാൽ അത് ഗ്യാഗ് റിഫ്ലക്സ് വഴി പുറത്തേക്ക് പോകും. ബട്ട് ഇൻ സം പേഷ്യൻസ് ഹാവിംഗ് ബ്രെയിൻ ഇഞ്ചുറീസ്, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് swallowing ഇഷ്യൂസ് ഈ ഗ്യാഗ് റിഫ്ലക്സ് നേരെ വർക്കാവണമെന്നില്ല. ദിസ് കോസസ് ആസ്പിറേഷൻ ന്യൂമോണിയ. ഫുഡ് കൂടാതെ ഡ്രിങ്ക്സും ഗ്യാസ്ട്രിക് കണ്ടൻസ് ഡ്യൂറിങ് വോമിറ്റിങ്ങും ആസ്പിറേഷൻ ന്യൂമോണിയയ്ക്ക് കാരണമാകാം. അടുത്തതായി ബ്രോങ്കോ ന്യൂമോണിയ. ഹിയർ ദ ഇൻഫെക്ഷൻ ഈസ് പ്രസന്റ് ത്രൂ ഔട്ട് ദ ലങ്സ്, ദാറ്റ് ഈസ് ബ്രോങ്കിയോൾസ് ആൻഡ് ആൽവിയോളൈ ആർ അഫക്റ്റഡ്. നെക്സ്റ്റ് ഇന്റർസ്റ്റീഷ്യൽ ന്യൂമോണിയ. Here the infection is present outside the alveoli, that is in the interstitium. Last category is lobar pneumonia. Here consolidation of whole lobe take place. Now let us see the stages of lobar pneumonia. First stage, congestion. On day 1 and 2 blood vessels and alveoli start filling with fluid. Second stage, red hepatization. On day 3 and 4 exudate solidifies. Third stage, grey hepatization on day 5 to 7. Here color changes due to breakdown of RBC. Fourth stage, resolution on day 8 to 3 weeks. Here exudate get digested by enzymes. നമുക്കിനി ന്യൂമോണിയയുടെ സിംറ്റംസ് നോക്കാം. സിംറ്റംസ് ഇൻക്ലൂഡ് dyspnea, shortness of breath, cough accompanied with pus or bloody sputum, chest pain, fatigue and fever. നമുക്കിനി ഡയഗ്നോസിസ് നോക്കാം. ഡയഗ്നോസിസ് ഇൻക്ലൂഡ്സ് ചെസ്റ്റ് എക്സ്റേസ്, ബ്ലഡ് ടെസ്റ്റ്, സ്പ്യൂട്ടം ടെസ്റ്റ്, ബ്രോങ്കോസ്കോപ്പി എക്സെട്ര. ട്രീറ്റ്മെന്റ്. Treatment includes use of antibiotics, cough suppressants and pain medications.
Now, let me conclude. Thank you for your patient listening. This is Mahin Shah Parith signing off from Parikuttima Talks.